ഹായ് എവ്രി വൺ, എല്ലാവർക്കും ശ്യാംസർ വെൽനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന ബേബി. നമുക്കിന്ന് ഫ്രൂട്ട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കഴിയുമെന്ന് പലരും പറയാറുണ്ട്. സത്യമാണോ? അതെ. പക്ഷെ അത് മാത്രമല്ല ഫ്രൂട്ട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഫ്രൂട്ട്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഫ്രൂട്ട്സിനുണ്ട്. പ്രധാനപ്പെട്ടവ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഫ്രൂട്ട്സിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് അഥവാ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിൻ്റെയും ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തും. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കും. അതുപോലെ തന്നെ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് തടയാൻ സാധിക്കും. കാരണം രക്തക്കുഴലുകളിൽ പ്ലേക്ക് അഥവാ ക്ലോട്ട് വരാൻ കാരണമായ വസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൈബർ സഹായിക്കും. അതുകൂടാതെ ഫ്രൂട്ട്സിലുള്ള ആൻറ്റി ഓക്സിഡൻസും സഹായിക്കുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ കാര്യം, ഇതിൽ ഫൈബർ ഉള്ളത് കൊണ്ട് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, അതുപോലെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഇത് കൂടാതെ നമുക്ക് ഷുഗർ സ്പൈക്ക് വരുന്നത് തടയാൻ പറ്റും. പക്ഷേ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ മിതമായിട്ട് കഴിക്കണം. എല്ലാ ഫ്രൂട്ട്സിനും ഒരേ തോതല്ല, അതിൻ്റെ ഷുഗർ ലെവൽ സെയിം അല്ല. വളരെ കുറഞ്ഞ അളവിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, അതാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ്. അത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവ ഡയബറ്റിക് പേഷ്യൻസിനും വളരെയധികം ഗുണകരമാണ്. പിന്നെ അടുത്ത കാര്യം, ഇൻഫെക്ഷൻ തടയാനുള്ള കഴിവ്, ഇമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ഇവയൊക്കെ പ്രത്യേക ഗുണങ്ങളുള്ളവയാണ്. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുവാനും ഫ്രൂട്ട്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കൂടാതെ ഫ്രൂട്ട്സിലെ ഉള്ള ആൻറ്റി ഓക്സിഡൻസിന് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രധാനപ്പെട്ട കഴിവ് ഈ റാഡിക്കൽ മെക്കാനിസം ബോഡിയിൽ തടയാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടയുന്നു, നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു, സ്കിൻ ഹെൽത്തും മെച്ചപ്പെടുത്തുന്നു. കൂടാതെയുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ്. ഫ്രൂട്ട്സിന് അതുമുണ്ട്, ഇൻഫ്ലമേഷൻ തടയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയലും വൈറലും ഇൻഫെക്ഷനൊക്കെ തടയാൻ പറ്റും. ശരീരത്തിലെ മറ്റ് ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ ഫ്രൂട്ട്സ് സഹായിക്കും. അപ്പോൾ ഇത്തരം ഗുണങ്ങളൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. പക്ഷേ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ശ്രദ്ധിക്കണം. ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കരുത്, മിതമായ എമൗണ്ടിൽ കഴിക്കുക. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ്, പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അവ ഓരോന്നിനും ഗുണങ്ങൾ വെവ്വേറെയാണ്. പ്ലീസ് സ്റ്റേ വിത്ത് ശ്യാംസർ വെൽനസ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. ഡോക്ടർ സഞ്ജന ബേബി സൈനിങ് ഓഫ്.